നിലമ്പൂരിൽ അൻവർ മത്സരിക്കാനുണ്ടാകുമോ എന്ന് ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയം 3 മണി വരെ. ഇതുവരെ പ്രചാരണത്തിൽ സജീവമാകാതെ അൻവർ മത്സരിക്കാനുണ്ടാകില്ലെന്ന സൂചന ശക്തം. നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം അഭിമുഖത്തിന് പിന്നാലെ ജില്ലാ രൂപീകരണവും ചർച്ചയാക്കി പ്രതിപക്ഷം. മലപ്പുറത്തെ ആക്ഷേപിച്ചവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകിയെന്ന് AP അനിൽകുമാർ. പരാമർശം തിരുത്തുമോ എന്നും വെല്ലുവിളി. ജില്ല രൂപീകരിച്ചത് ലീഗിന്റെ ശ്രമഫലമെന്ന് PK ഫിറോസ്. ഇടതുപക്ഷം ജില്ലാ രൂപീകരണം ഉന്നയിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനെന്ന് ആര്യാടൻ ഷൗക്കത്ത്. സർക്കാർ പരിപാടിയിൽ ഭാരതാംബയും പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ. രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാചരണം ഗവർണറില്ലാതെ സെക്രട്ടേറിയറ്റിൽ നടത്താൻ കൃഷിവകുപ്പ്. News 18 എക്സ്ക്ലൂസീവ്. ഭാരതാംബ മതചിഹ്നമല്ല, സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഹിന്ദു ഐക്യവേദി. ബംഗളൂരു ദുരന്തം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് പോലീസ്. പെട്ടെന്ന് രൂപപ്പെട്ട ആൾക്കൂട്ടം നിയന്ത്രിക്കാനായില്ലെന്ന് DGPയുടെ റിപ്പോർട്ട്. സർക്കാർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങി. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെ ബിഷപ്പ് ഹൗസിന് പുറത്ത് വൈദികരുമായി വാക്കേറ്റം. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. യോഗം വിളിച്ചത് മേജർ ആർച്ച് ബിഷപ്പ്. അമേരിക്കയെ സുരക്ഷിതമാക്കുമെന്ന് പ്രഖ്യാപിച്ച് 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ക്യൂബ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗിക വിലക്ക്. ജൂൺ 9-ന് വിലക്ക് പ്രാബല്യത്തിൽ വരും. ഇന്ന് അറഫ സംഗമം. 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫയിൽ. ജംറയിൽ കല്ലേറ് നാളെ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മറ്റന്നാൾ.